ഓ ആ കരിങ്കണ്ണി ശ്യാമളയുടെ വീട്ടിലെ തേക്കിന്റെ ഇലയെല്ലാം വന്ന് വീഴണത് എന്റെ പുരടത്തിലോട്ടാണല്ലോ ദൈവമേ. അമ്മ ഇവിടെ നിക്കായിരുന്നാ? അമ്മേ മിക്കവാറും കീർത്തിനെ അടുത്ത ആഴ്ച അഡ്മിറ്റ് ആക്കിയിട്ട് വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നപ്പോ. എനിക്കെന്തായാലും ആശുപത്രി പടിയൊന്നും കയറി ഇറങ്ങാൻ പറ്റിയല്ല കേട്ടോ. എന്റെ നടുവിന് മേലെന്ന് നിനക്ക് അറിയാലോ. അതൊന്നും സാരമില്ല അമ്മേ, അത് അവളുടെ ഒരു അമ്മായി വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആശുപത്രിയിൽ. ഇങ്ങനെ ആയപ്പോ തൊട്ട് അവർക്ക് ഭയങ്കര സ്നേഹമാണ് അവളോട്. എന്നാ പിന്നെ പ്രിയനെ വിളിച്ച് ഒരാഴ്ച ഇവിടെ നിർത്താല്ലേടാ. ഞാൻ എന്തായാലും ഇവിടെ ഒറ്റക്കല്ലേ, അവള് വരട്ടെ ഇങ്ങോട്ട്. അത് ഞാൻ അവളെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു അമ്മ ഇവിടെ ഒറ്റക്കാണ്, അവളോട് പോരാൻ ഞാൻ പറഞ്ഞായിരുന്നു ഒരാഴ്ചത്തേക്ക്. പ്രശ്നം അതല്ലമ്മേ, എന്റെ കയ്യിൽ പൈസ കുറവാണ്. ഞാൻ ഒന്ന് രണ്ടു പേരോടൊക്കെ കടം ചോദിച്ച്, പക്ഷെ അവരാരുടെ കയ്യിൽ ഇല്ലെന്നാണ് പറഞ്ഞത്. നമുക്കറിയാല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, പോരാത്തതിന് സിസേറിയനുമാണ് പറഞ്ഞേക്കണത്. അവിടെ കോംപ്ലിക്കേഷൻസ് ഒക്കെ അറിയാലോ അമ്മക്ക്. അതുകൊണ്ട് എനിക്ക് അമ്മയുടെ മാല എന്ന് പണയം വെക്കാൻ തന്നായിരുന്നു. ആ ആ അപ്പൊ ഇതാണല്ലേ നിന്റെ ഭൂതി? മാലയൊന്നും ഞാൻ തരികയൊന്നുമില്ല. ഞാൻ പെൻഷൻ കാശ് കൂട്ടി വെച്ച് മേടിച്ച മാലയാണ്, അതൊന്നും ഞാൻ തരികയൊന്നുമില്ല. നിനക്ക് കാശില്ലെങ്കിൽ നീ വേണമെങ്കിൽ അവിടെ വീട്ടിലോട്ട് വിളിച്ച് ഇച്ചിരി പൈസ ചോദിക്ക്. പെണ്ണിനെ കൊണ്ട് ഇങ്ങോട്ട് പോന്നിട്ട് വീട്ടുകാർ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ ഇതുവരെ. അവരിനി തിരിഞ്ഞു നോക്കിയല്ല എന്താണെന്ന് അറിയാവാ? അവര് സഹകരിച്ചു തുടങ്ങിയ ആ സ്ത്രീധനം തൊട്ട് ചെലവാണെന്ന് അവർക്കറിയാം. നീ എന്തായാലും അവിടെ വീട്ടിൽ വിളിച്ച് കുറച്ച് കാശ് ചോദിക്ക്. കന്നിപ്പേരല്ലേ ഇത്, എന്തായാലും നീ ചോദിക്ക്. അങ്ങനെയുള്ളവരോട് ഞാൻ എന്തിനാ അമ്മേ പൈസ ഇരക്കണത്? അമ്മ ഒന്ന് സഹായിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളു, ഞാൻ എടുപ്പിച്ചു തരാമേ. അല്ല, പേരക്കുട്ടി എന്റെ മാത്രം അല്ലല്ല, അവരുടെയും പേരക്കുഞ്ഞും മകളും ഒക്കെ അല്ലേ. അതുകൊണ്ട് നീ വേണമെങ്കിൽ അങ്ങോട്ട് വിളിച്ച് കാശ് നോക്കി. അല്ലെങ്കിൽ നീ വേറെ എന്തെങ്കിലും വഴി കാണും. മാലയൊന്നും ഞാൻ തരികയൊന്നും ഇല്ല, അതോർത്ത് ഭാര്യയും ഭർത്താവും ഇരിക്കുകയും വേണ്ട. വേറെ വല്ല വഴിയും നോക്ക്. മകൾക്ക് കൊടുക്കാൻ അവരുടെ കാശുണ്ടാവും, ഞാൻ ചോദിച്ചാൽ മാത്രം 10 പൈസ തരികയില്ല. എടോ അമ്മ മാല തരുമെന്ന് തോന്നണില്ല കേട്ടാ. ഞാൻ ചോദിച്ചപ്പോ തരത്തില്ലെന്നാണ് പറഞ്ഞത്. താൻ ടെൻഷൻ ആവണ്ട, നമുക്ക് തിരക്കിയെടുക്കാം പൈസ. ഏട്ടൻ വിഷമിക്കണ്ട ഏട്ടാ, അത് ഞാനൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് വന്നതിന്റെ ദേഷ്യമൊക്കെ കാണും അമ്മയ്ക്ക്. പിന്നെ അമ്മായി ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മായി പറഞ്ഞ അഭിയേട്ടനോട് വെറുതെ ടെൻഷൻ കയറണ്ടെന്ന് പറ, ഹോസ്പിറ്റലിലെ എല്ലാ ചെലവും അവര് നോക്കിക്കോളാന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞ് ജനിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എന്തായാലും വരാതെയൊന്നും ഇരിക്കത്തില്ല. അവരെന്തായാലും എനിക്ക് തരാനുള്ളത് തരും, അമ്മ പറയും പോലെയൊന്നും അല്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നോളൂടോ, അമ്മ അങ്ങനത്തെ ഒരു ടൈപ്പാണ്, താനതൊന്നും ഓർക്കണ്ട. The next day. ഓ പറമ്പ് മുഴുവൻ തൂത്തുകൂട്ടി ഞാനൊരു പരിവായി. കൊച്ചമ്പ്രാട്ടിക്ക് റെസ്റ്റ് അല്ലേ, മനുഷ്യനാണെ വിശന്നിട്ട് മേല. മോളാ. ഹലോ. ഹലോ അമ്മേ. എന്നാടി നീ കാലത്തെ? ഏട്ടനെ സാലറി കയറിയിട്ടില്ല അമ്മേ, അപ്പൊ ഞങ്ങളുടെ ഹോം ലോണിന്റെ ഡേറ്റ് ആയി. ബാങ്കിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ അമ്മയുടെ മാല ഇന്ന് പണയം വെക്കാൻ തരുക. അമ്മയോട് ഒന്ന് ചോദിക്കാൻ ഏട്ടനാ പറഞ്ഞത്. ഏട്ടനെ എടുപ്പിച്ച് തരാന്ന് പറഞ്ഞു. എടി കീർത്തിയുടെ പ്രസവത്തിന് അവൻ ചോദിച്ചിട്ട് പോലും ഞാനത് കൊടുത്തിട്ടില്ല. നിനക്കറിയാലോ അമ്മ പെൻഷൻ കാശ് കൂട്ടി വെച്ച് മേടിച്ച മാലയാണ്. നീ എടുപ്പിച്ച് തരുവാ, വെറുതെ ഇട്ട് മനുഷ്യനെ പറ്റിക്കരുത്. അമ്മ ഞാനേ ഒരു ലോണിന് അപേക്ഷ വെച്ചിട്ടുണ്ട്. അപ്പൊ മിക്കവാറും അടുത്ത ആഴ്ച അത് കയറുമെന്നാണ് എല്ലാരും പറയണത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കുടുംബശ്രീന്ന് വെച്ചതാ. അപ്പൊ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച എടുപ്പിച്ചോണ്ട് വന്ന് തരാമേ. എന്നാ പിന്നെ നീ ഒരു മുക്കിന്റെ മാല മേടിച്ചോണ്ട് വാ. അമ്മ അവനോളും ഇല്ലാത്തപ്പോ വിളിക്കാൻ നിന്ന കൊണ്ടുവന്ന് അന്നയച്ച് നീ മേടിച്ചോണ്ട് വെക്കോ. ശരി. എന്നാ പിന്നെ ശരി അമ്മ, അമ്മ വിളിച്ചാ മതി, ഞാൻ വന്നോളാം. കലക്കന അഭിനയായിരുന്നില്ലടോ താൻ അമ്മയുടെ അടുത്ത്. അത് പിന്നെ കുറച്ച് ആക്ടിങ് ഒക്കെ എടുക്കണേ, എനിക്ക് അധികം ഒന്നും തന്നിട്ടില്ലല്ലോ ഏട്ടാ. പിന്നെ ഇനി താമസിച്ചു കഴിഞ്ഞാലേ അമ്മയ്ക്ക് 2 അറ്റാക്ക് വന്നത്, അവനും അവളും കൂടെ ആ മാല കൈക്കലാക്കി എടുക്കും. അമ്മ അത് എടുത്തപ്പോഴേ എനിക്ക് നോട്ടമുള്ളതാ, അത് ഞാൻ കിട്ടിയാ കൊടുക്കത്തില്ല എന്തായാലും. ആ മോളെ നീ എത്തിയാടി? ആ അമ്മേ, ഇന്ന് അടുപ്പിച്ച് തന്നേടി. അവനും അവളും അറിഞ്ഞിട്ടില്ല എന്റെ തല പോയ കാര്യമാ. രണ്ടും കൂടി ചെക്കപ്പിന് പോയേക്കാണ്. ആ നേരത്തെ ഞാൻ നിന്നെ വിളിച്ച് വരുത്തിയതാണ്. നീ കൊണ്ട കാര്യം കാണുന്നിട്ട് വേഗം എനിക്ക് അടുപ്പിച്ച് തന്നെ തിരിച്ച്. അമ്മ ടെൻഷൻ ആവണ്ട, ഞാനിത് എടുപ്പിച്ച് തന്നോളാം. പിന്നെ ഈ മാല അമ്മ കഴുത്തേലിട്ടോ, ഇത് ഗോൾഡ് കവറിങ്ങിന്റെ മാലയാ. ഇത് ഞാൻ ഇട്ടോളാം തൽക്കാലം. അമ്മക്ക് 6 മാസത്തേക്ക് ഇതിന് വാറന്റി ഉണ്ട്. അവൻ എന്തായാലും ഡൗട്ട് തോന്നത്തില്ല. അപ്പൊ ഞാൻ കേറുന്നില്ല, ഞാൻ പോവാണ് കേട്ടാ. A few years later. ഈ പെണ്ണ് എടുക്കണില്ലല്ലോ. അമ്മ വിളിക്കുന്നു, എടുത്തില്ലെങ്കിൽ ഇനി പിന്നെയും കിടന്ന് വിളിച്ചോണ്ടിരിക്കും. ഹലോ അമ്മേ. ഹലോ. എടി നീ എന്റെ മാല മേടിച്ചോണ്ട് പോയിട്ട് വർഷം ഒന്നാകാൻ പോണ്. നിന്നെ വിളിക്കുമ്പോഴൊക്കെ നീ ഇപ്പൊ എടുപ്പിച്ചേരാന്ന് പറയണതല്ലാതെ എന്റെ മാല കൊണ്ടുവരുന്നില്ല. അമ്മ ആ മാല പോയി, അത് ലേലം ചെയ്ത് പോയി. ഞാൻ ചെന്ന് തിരക്കിയായിരുന്നു. അമ്മയ്ക്ക് അറിയാലോ എനിക്കത് എടുത്തു തരാൻ പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു. പോയെന്നാ? എന്റെ ദൈവമേ, ഞാൻ പെൻഷൻ കാശ് കൂട്ടി വെച്ച് മേടിച്ചെടുത്തതാണ് ഒരെണ്ണം. ഇടി നീ നിന്റെ കെട്ടിയനും കൂടെയുള്ള കള്ളക്കളിയല്ലേ ഇടി എന്റെ മാല കൈകളാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്റെ ചെറുക്കന് ആ കുഞ്ഞിന്റെ കാര്യത്തിന് പോലും ഞാൻ കൊടുത്തില്ല എന്റെ ഈശ്വര.
നിന്നെ വിളിക്കുമ്പോഴൊക്കെ നീ ഇങ്ങനെയാണല്ലോ പറയണത്. എനിക്ക് എന്റെ മാല കിട്ടണം. മോളൊക്കെയാണ്, കാര്യം ശരിയാണ്. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു വരവ് വരും, പറഞ്ഞേക്കാം. ഇനിയിപ്പൊ ഞാൻ അവനോട് കാര്യം പറയാൻ പോവാ. എന്തായാലും നിന്റെ അടുത്ത് നിന്ന് ഞാനത് എങ്ങനെയെങ്കിലും മേടിച്ചെടുത്തിരിക്കും. ആ അമ്മ തന്നെയായി പറയണത്. എന്റെ 2.5 പവന്റെ മാല നീ എന്ത് ചെയ്തടി അതുകൊണ്ടേ? ഹലോ ഹലോ. അവള് വെച്ച് കളഞ്ഞ്. എന്റെ ഈശ്വര, എന്റെ ഭഗവാനെ, എന്റെ മാല കൊണ്ട് തൊലച്ചല്ല എന്റെ മാള്. എന്റെ വയറ്റിൽ തന്നെയാണ് ഈ സാധനം ജനിച്ചത്. ഈശ്വര, കൊച്ചിന് പോലും ഞാൻ കൊടുത്തില്ല, എന്റെ പേരക്കുഞ്ഞിന് പോലും ഞാൻ അത് കൊടുത്തില്ല, അതിന് പോലും അത് ഉപകരിച്ചില്ല. ഭഗവാനെ, അയ്യോ.